എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് ടീനേജ് പ്രായത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർ സ്കിൻ കെയർ ചലഞ്ച് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോ ഇന്നത്തെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ടോട്ടൽ കെയർ ചലഞ്ച് എല്ലാം നമുക്ക്. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ സ്കാൽപ്പ് വൃത്തിയായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖം വൃത്തിയായിട്ടിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ മുടിയും സ്കാൽപ്പും നീറ്റ് ആണെങ്കിൽ മുഖവും നല്ല നീറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ തലയിൽ നിന്ന് തുടങ്ങണം, ഇല്ലടാ? അപ്പൊ തലയില് ഒരുപാട് കുട്ടികൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചവരിലൊക്കെ പറഞ്ഞൊരു പ്രശ്നമാണ് താരൻ, മുടിയുടെ ഉള്ളില്ലായ്മ, മുടി ചെമ്പൻ കളറിലുള്ള മുടി, അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് കുട്ടികൾക്കുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് എനിക്ക് തോന്നി. അപ്പോൾ ഇന്ന് നമ്മൾ എള്ള് ഉപയോഗിച്ചിട്ട് എങ്ങനെ, അതായത് വെളുത്ത എള്ള് ഉപയോഗിച്ചിട്ട് എങ്ങനെ താരനും നമ്മുടെ ഈ ബ്രൗൺ കളർ ഹെയർ ഒക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളർ ആകാനും തിക്കാകാനും വേണ്ടിയിട്ടുള്ള ഓയിലാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ആദ്യം നിങ്ങൾ പോയിട്ട് ആ ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരൂ. അതിനുശേഷം നമുക്ക് ബാക്കി പറയാം. നമുക്ക് ഈ ഒരു ഓയിൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിൽ, ഇതാണ് കുട്ടികളുടെ സ്കാൽപ്പിന് നല്ലത്. അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ടിരിക്കാനും സ്കാൽപ്പിൽ അഴുക്കുകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഹെയർ ഫോളിക്കിൾസ് ക്ലീൻ ആവാനും ഒക്കെ നല്ലത് എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇത് തന്നെ മാക്സിമം നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതിപ്പം 250 ml ഉണ്ട്. നമുക്കിത് ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നില്ല, ഒരു 100 ml, ഓക്കെ, 100 അല്ലെങ്കിൽ 200 ml അത്രയും മതി, ഒരുപാട് ഉപയോഗിക്കേണ്ട. അതിനുശേഷം നമുക്ക് വേണ്ടത് എള്ളാണ്. വെളുത്ത എള്ള് വേണം, ഒരു 1/4 കപ്പ് വെളുത്ത എള്ള്. ഇത് മസ്റ്റാണ് കേട്ടോ. ഇത് ആ ചെമ്പൻ മുടിയൊക്കെ മാറി, മോളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രൗൺ കളർ ഹെയറൊക്കെ മാറി നല്ല കറുപ്പാകാനായിട്ട് ഈ ഒരു എള്ള് സഹായിക്കും. വെളുത്ത എള്ള് തന്നെ മാക്സിമം എടുക്കുക, കിട്ടാനില്ലെങ്കിൽ മാത്രം കറുത്ത എള്ള് എടുക്കുക കേട്ടോ. അതിനുശേഷം വേണ്ടത് തുളസി ഇലയാണ്. ഏത് തുളസി ഇലയാവാം, രാമതുളസിയോ കൃഷ്ണ തുളസിയോ എന്ത് വേണേലും ആകാം. കുട്ടിയുടെ തലയിൽ പേനോ ഈരോ ഒന്നും ഇല്ലാതെ മക്കളുടെ തലയൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇല സഹായിക്കും. പിന്നെ വേണ്ടത് അലോവേര. ഒരു ചെറിയ അലോവേര ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്, നമ്മളതിൻ്റെ ഫ്ലഷോട് കൂടി അതിൻ്റെ തൊലിയോട് കൂടി തന്നെയാണ് എടുക്കുന്നത്, കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ എടുക്കുക. കാരണം നമ്മൾ അരച്ചാണ് എടുക്കുന്നത്, അപ്പോൾ അത് അങ്ങനെ എടുക്കുക. മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അലോവേര, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിക്കാം. അതിനുശേഷം വേണ്ടത് നല്ല വേപ്പില, കഴിക്കുന്ന വേപ്പിൻ്റെ ഇല ഒരു പിടി, നല്ല കൊളുന്ത ഇലയാണ്. ഏത് നല്ല മുറ്റിയ ഇലയെ കട്ടിയും ഇതുപോലെ കൊളുന്ത ഇലയാണ് നല്ലത്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ എള്ള് ഈ എള്ള് നമ്മൾ അരയ്ക്കുന്നില്ല, എള്ളൊഴികെ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ അരച്ചെടുക്കണം. അതായത് വേപ്പിൻ്റെ ഈ നമ്മളിങ്ങനെ എതിർത്തെടുത്തിട്ട് കമ്പോടല്ല എടുക്കുന്നത്, നമുക്ക് തളിരിലയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇങ്ങനെയുള്ള ഇല തന്നെ എടുത്താൽ മതിയേ, എടുക്കാം. അതിനുശേഷം ഇലയെല്ലാം ഒന്നൊന്നായിട്ട് ഊരിയെടുത്തതിന് ശേഷം നമ്മൾ എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കണം. ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതേ അരച്ചിട്ടുണ്ട്. നല്ല മഷി പോലെ അരയണം എന്നൊന്നുമില്ല. ഇത്രയും ഒരു ഇതായിട്ട് ഇലയൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ എണ്ണയിലിടുമ്പോഴത്തേക്ക് പൊട്ടും, പിന്നെ എണ്ണ ഒരുപാട് നാൾ ഇരിക്കുകയില്ല. ഇനി നമുക്ക് ചട്ടി അടുപ്പത്തിൽ വയ്ക്കാം. ഇരുമ്പ് ചട്ടി കേട്ടോ. ഇരുമ്പ് ചട്ടിയാണ് ഏറ്റവും നല്ലത്, മുടി വളരാനായിട്ട് നല്ലത്. സൈഡിലുള്ള തുരുമ്പല്ലേ, അത് ഒരുമാതിരി കളർ പോയിട്ടിരുന്ന. അതിന് ശേഷം തീ പറ്റിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നമ്മൾ ഒരുപാട് അങ്ങ് ഒഴിക്കേണ്ട. ഇതിപ്പോൾ 250 ml ഇല്ലേ, ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഒരു 100 ml വരേക്കും മതി കേട്ടോ. അത്രയും എണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായി അതിൻ്റെ പതയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ആദ്യം നമ്മൾ ഈ എള്ള് ഇട്ട് കൊടുക്കുക. എള്ള് ഇട്ടോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒന്ന് പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും. കുറച്ച് നേരം ഒന്ന് പൊട്ടി, അത് ഭയങ്കര ബ്രൗൺ കളർ ആകണ്ട, പക്ഷേ ആ ഒരു ഇളം ബ്രൗൺ കളർ ആകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അടുത്ത ബാക്കിയുള്ള അരച്ച സാധനങ്ങൾ ഇടാം. അപ്പോഴത്തേക്ക് ഇതൊന്ന് ഇളം ബ്രൗൺ കളർ ആകട്ടെ. നിങ്ങളൊന്നൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ശ്രദ്ധിച്ചിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പൊക്കളയരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയൊക്കെ തേക്കാനുള്ളതാണ്. അവിടെ ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പെടൽ വേദന പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഒന്ന് ബ്രൗൺ കളർ ആകട്ടെ. ഇപ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ അരച്ചത് ഇട്ട് കൊടുക്കുക. കാരണം അലോവേരയിലൊക്കെ വെള്ളം ഉള്ളതാണ്, പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അടുത്ത് നിന്നൊന്നും ഇട്ട് കൊടുക്കരുത്, കുറച്ച് മാറി നിന്ന് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ.
എൻ്റെ കയ്യിലൊന്ന് തെറിച്ചേ, അതുകൊണ്ടാണ്, വെള്ളമൊക്കെ ഉള്ളതാണ്. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കൂടെ നിന്ന് തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്ത് ആ ഒരു എള്ളിൻ്റെ കളറ് ഒന്നും കൂടെ ബ്രൗൺ കളർ ആകണം. ഈ പത ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് വറ്റിയും കിട്ടണം. അതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് എണ്ണകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് അറിയായിരിക്കും പരുവം. അപ്പോൾ കറക്റ്റായിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുക. എള്ള് കരിയരുത്, അത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. എള്ള് നല്ല ബ്രൗൺ ആകുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഒരു നല്ല ബ്രൗൺ മീൻസ് അങ്ങ് കരിയുന്ന ബ്രൗൺ അല്ല, നല്ലൊരു ചുമന്ന കളറാകുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഇത് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. നിങ്ങൾ അടുത്ത് നോക്കിയേ, അപ്പോൾ മനസ്സിലാവും. നല്ല ഒരു ബ്രൗൺ, കണ്ടോ, ഒരു ചുമന്ന കളർ പോലെ ആയില്ലേ? ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ല തണുത്തിട്ട് വേണം നമ്മൾ അരിച്ച് വേറൊരു കുപ്പിയിലോട്ട് ആക്കാനായിട്ട്. അതുകൊണ്ട് തീ ഓഫ് ചെയ്ത് ഇരുമ്പ് ചട്ടിയിൽ തന്നെ അടച്ചു വെക്കരുത്. അടച്ചു വെച്ചാൽ വെള്ളം വീഴും. അടച്ചു വെക്കരുത്. അടച്ചു വെക്കാതെ അങ്ങനെ വെച്ചേക്കുക. ഒന്ന് തണുക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലൊരു ബോട്ടിൽ ഇത് ഒഴിച്ച് വെക്കാം. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. മാക്സിമം നിങ്ങൾ ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കുക. എൻ്റെ കയ്യിൽ ഗ്ലാസ് ബോട്ടിലെല്ലാം എണ്ണ നിറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ മാക്സിമം നിങ്ങൾ ഓയിൽ മറ്റല്ലാത്ത ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് ചെറിയ ഏതെങ്കിലും ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് സൂക്ഷിക്കാം. ഇതുപോലെ അരിച്ചെടുക്കുക. നല്ലപോലെ ഫുള്ളായിട്ട് എല്ലാം അരിച്ചെടുക്കണം കേട്ടോ. എല്ലാം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് അരിച്ചെടുക്കുക. മാക്സിമം കൈ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക, കാരണം ഒരുപാട് നാൾ ഇരിക്കേണ്ടതല്ലേ, അതുകൊണ്ടാണേ. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എണ്ണ. നല്ല വൃത്തിയായി കുറച്ച് സമയം നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെ സൂപ്പർബായിട്ടുള്ളൊരു ഓയിൽ നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ കുപ്പിയിൽ ഒഴിച്ചത്. എങ്കിലും കുപ്പിയിൽ വെച്ചതിന് ശേഷവും കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചേക്കണം. അതിന് ശേഷം വേണം നിങ്ങളിത് അടച്ചു വെക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓയില്. നിങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കി വെക്കരുത്, കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കാവൂ. കാരണം നമ്മളിത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണവും മണവും ഒക്കെ അങ്ങ് പോകും. എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചായിട്ട് ഉണ്ടാക്കി വെക്കുക. ഇപ്പോൾ ഇത് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് നാളേക്ക് ഇരിക്കത്തില്ലേ. നമ്മൾ ഒരുപാട് ഓയിൽ എടുത്ത് തലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. കുറച്ച് ഓയിൽ മാത്രം എടുത്ത് അപ്ലൈ ചെയ്യുക. കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം കുറച്ച് പിടിമോളെ അടച്ചു പോയി, കുറച്ച് മാത്രം എടുത്തതിന് ശേഷം ദേ ഇതുപോലെ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. തലയോട്ടിയിലാണ്, നമ്മുടെ തലയുടെ സ്കാൽപ്പിലാണ് നമുക്ക് എണ്ണ ആവശ്യം. ഡാൻഡ്രഫ് നല്ല പോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. തലയോട്ടിയിൽ നല്ല പോലെ മസാജ് ചെയ്ത് തുമ്പ് വരെ വെച്ചതിന് ശേഷം നല്ലൊരു ചീപ്പ് കൊണ്ട്, പല്ലകരമുള്ളൊരു ചീപ്പ് കൊണ്ട് നല്ല പോലെ ചീകി വിടുക. താഴെ വരെ ചീകി വിടുക. അപ്പൊ എന്ത് പറ്റും, അവിടെ ആ ഒരു സ്കാൽപ്പൊക്കെ നല്ല ക്ലിയർ ആകും. ആ എണ്ണയുടെ ഒരു മയം കൊണ്ട് ഡാൻഡ്രഫ് ഒക്കെ നല്ല ഒന്ന് കുതിർന്ന് നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകുന്ന സമയത്ത് നല്ലതായിട്ട് മാറും. എന്നും പറഞ്ഞ് നിങ്ങൾ ഡാൻഡ്രഫ് ഒരിക്കലും പല്ല് വെച്ചോ ചീപ്പ് വെച്ചോ ഒന്നും കുത്തി ഇളക്കരുത്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അതൊരു ബാക്ടീരിയ ആണ്. നമ്മൾ ഒരുപാട് ഇങ്ങനെ കുത്തി ഇളകി കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ വീണ്ടും അത് സ്പ്രെഡ് ആകാനായിട്ട് കാരണമാകും. ഇനിയും നമ്മൾ ഒരുപാട് പാക്കുകളും ഒക്കെ തലയിൽ ഇടുന്നുണ്ട്. അപ്പോൾ എണ്ണകളും ഒക്കെ ഉണ്ട് തലയിൽ ഇടാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എണ്ണ എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്. നമ്മുടെ തലമുടി ആ കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു താരനൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കഴുകുന്നത് നാച്ചുറലായിട്ട് കഴുകുക. ഈ ഒരു നമ്മൾ ഈ ഒരു ചലഞ്ച് ചെയ്യുന്നത് വരെ നല്ല ഹൈജീനിക് ആയിട്ട് വെച്ചേക്കുക മുടിയും തലയും. തലമുടി കൈ കൊണ്ട് നിങ്ങൾ ഒരിക്കലും മുഖത്തിട്ട് അപ്പോഴപ്പോഴും പിടിക്കരുത്, പ്രത്യേകിച്ചും പിമ്പിൾ ഉള്ളവര്. കാരണം നമ്മൾ പിടിക്കും തോറും ആ ഒരു ബാക്ടീരിയ സ്പ്രെഡ് ആവുകയും എല്ലായിടത്തിലും വരുകയും ചെയ്യും. അന്ന് മോള് പറഞ്ഞതുപോലെ തന്നെ അതിനകത്തുള്ള എന്തോ എടുക്കരുത് നമ്മളെ പറഞ്ഞ് നീഡിൽ പോലെ അത് വെച്ച് പൊട്ടിച്ച് നിങ്ങൾ എടുക്കരുത്. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, അത് അതിന്റെ പാടിന് പൊയ്ക്കോളും. കാരണം തഴമ്പൊക്കെ ആയി കഴിഞ്ഞാൽ മാറ്റാനായിട്ട് ഭയങ്കര പാടാണ്. പക്ഷെ കറുത്ത മാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇനി ഒരുപാട് പാക്കുകളൊക്കെ ഉണ്ട്. നിങ്ങൾ നല്ലപോലെ നീറ്റായിട്ട് ഇത് അപ്ലൈ ചെയ്ത് നല്ലപോലെ കോംപ് ചെയ്ത് വിട്ടതിന് ശേഷം കഴുകുന്നത് പച്ചപ്പയർ ഒരു പിടി തലേം ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചേക്കാം. എന്നിട്ട് രാവിലെ കഞ്ഞിവെള്ളത്തിൽ, ഉപ്പിടാത്ത കഞ്ഞിവെള്ളത്തിൽ നല്ലപോലെ അരച്ച് നല്ല മഷിയായിട്ട് അരച്ചിട്ട് നമ്മുടെ ആ തേച്ച നല്ല ഒന്ന് കുതിർന്നൊക്കെ ഇരിക്കുകയായിരിക്കും തല. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആ പാക്ക് വെച്ച് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് മുടി വാരി കെട്ടി വെച്ചതിന് ശേഷം നല്ല വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് മുടി കഴുകി കൊടുക്കുക. ഷാമ്പൂ കണ്ടീഷണർ ഒന്നും വേണ്ട, നല്ല വൃത്തിയായിട്ട് മുടി കഴുകുക. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ല താരനുള്ള മാറ്റം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ചെയ്യാം. നല്ല പോലെ താരന് മാറ്റം ഉണ്ടാകും. പാക്കുകളൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ഇടാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ, ഫസ്റ്റ് ഡേയിലെ വീഡിയോ. കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഫോളോ ചെയ്യുമോ? കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ചില പേര് കമന്റിലൊക്കെ ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കമന്റ് ഇടുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും റിസൾട്ട് കിട്ടുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പൊട്ടത്തരങ്ങളൊന്നും അല്ല പറയുന്നത് ഞാൻ. അതുകൊണ്ട് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നല്ല പോലെ മുടി നല്ല തിക്കാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു എണ്ണയാണിത്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. ഇല്ല മോളെ? പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ്ടേ? ഓക്കെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് ഒരു കൊച്ചു ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഓൾ ഓപ്ഷൻ വരും. ആ ഓൾ ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ നമ്മുടെ ചാനലിൽ വീടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് എപ്പോഴും കിട്ടും. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നാളെ ഡേ 2 വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.